നമ്മളെല്ലാവർക്കും അറിയാം, ഈ വരുന്ന സെപ്റ്റംബർ 22 മുതൽ GSTയിൽ ചെറുതായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ പ്രകാരം 28-12 ഈ റേറ്റുകളൊക്കെ ഇല്ലാതാവുകയാണ്. അപ്പോൾ പല ക്ലയൻറ്റും കൺഫ്യൂസ്ഡാണ്. അല്ല, പലരും വിളിച്ച് ചോദിച്ചു, നമുക്ക് ഓൾറെഡി നമ്മൾ ഈ 12% നമ്മൾ പ്രോഡക്റ്റ് വിറ്റിരുന്നത്, അത് ഇനി 5 ആവുകയാണ്. അപ്പോൾ നമ്മൾ 12 ഇൻപുട്ട് എടുത്തത് ഇനി നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരുമോ? നമ്മൾ ക്രെഡിറ്റ് ലെഡ്ജറിൽ ആ ബാലൻസ് കിടക്കുന്നുണ്ട്. നമുക്കിപ്പം 12 വാങ്ങിച്ച പ്രോഡക്റ്റ് ഇപ്പോഴും സ്റ്റോക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി 22 ശേഷം നമ്മൾ ആ പ്രോഡക്റ്റ് വിൽക്കാൻ പോകുന്നത് 5%. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഇൻപുട്ട് എടുത്തത് മൊത്തം റിവൈസ് ചെയ്യേണ്ടി വരുമോ? നമ്മൾ സ്റ്റോക്ക് എടുക്കേണ്ടി വരുമോ? അങ്ങനെ എല്ലാ കൺഫ്യൂഷനുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണം തോന്നിയിട്ടുള്ളത്. അതായത് GST നമ്മൾ ഇൻപുട്ട് ഓൾറെഡി ഇൻപുട്ട് എടുത്തു പോയ സാധനങ്ങളെ 2 സിറ്റുവേഷനിലാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഒന്നാമത് പറയുന്നത്, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ്, അതായത് നമ്മൾ ഒരു കാലത്ത് നമ്മൾ വിറ്റ പ്രൊഡക്റ്റ് നമ്മൾ GST കൊടുത്ത് വിറ്റ പ്രൊഡക്റ്റാണ്. GST കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആ പ്രൊഡക്റ്റ് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ് നോട്ടിഫൈഡ് ചെയ്തിട്ട് അത് ഒന്നെങ്കിൽ എക്സംപ്റ്റഡ് പ്രൊഡക്റ്റ് ആക്കുന്നു, അല്ലെങ്കിൽ നിൽ റേറ്റ് പ്രൊഡക്റ്റ് ആക്കുന്നു, അല്ലെങ്കിൽ GST സ്ലാബിൽ പുറത്താക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിൽ ആ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ ഇൻപുട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോക്കിന് മേലെയുള്ള ഇൻപുട്ടുകൾ മൊത്തം നമ്മൾ എന്താക്കണം, റിവൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ലാത്ത രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, GSTയിൽ റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ട്, കോമ്പോസിറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്, കോമ്പോസിറ്റ് സ്കീം രജിസ്ട്രേഷൻ ഉണ്ട്. ഈ പെട്ടെന്ന് നമ്മളൊരു റെഗുലർ രജിസ്ട്രേഷൻ ചെയ്ത ഒരാൾ അതിനൊരു കോമ്പോസിറ്റ് സ്കീമിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ എത്രയാണ് സ്റ്റോക്ക് ഉള്ളത്, അതിൻ്റെ ഇൻപുട്ടും നമ്മൾ റിവൈസ് ചെയ്യേണ്ടതുണ്ട്. ഈ 2 സിറ്റുവേഷനിലാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ ഇൻപുട്ട് റിവൈസ് ചെയ്യപ്പെടേണ്ടതുള്ളത്. ഇപ്പം ഈ 2025 സെപ്റ്റംബർ 22 മുതൽ ഇവിടെ എക്സംപ്റ്റഡ് ആക്കുക അങ്ങനെയൊന്നല്ല ചെയ്തത്, റേറ്റ് റിഡക്ഷനാണ് ചെയ്തിരിക്കുന്നത്. അതായത് റേറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് റിവൈസ് ചെയ്യപ്പെടേണ്ട അവസ്ഥയേ ഇല്ല. അതായത് നമ്മൾ 12 പർച്ചേസ് ചെയ്തത്, അതിൻ്റെ ഇൻപുട്ട് എടുത്തിട്ടുമുണ്ട് എങ്കിൽ നമ്മൾ വിൽക്കുന്നത് 5%, അല്ലെങ്കിൽ മറ്റേത് റേറ്റിലാണെങ്കിലും നമ്മൾ ഓൾറെഡി നമ്മുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ വന്നു പോയിട്ടുള്ള ഇൻപുട്ട് ഒരു കാരണവശാലും റിവൈസ് ചെയ്യേണ്ടതില്ല.